പണ്ട് കാലം തൊട്ടേ 4 മണി പലഹാരമായിട്ട് നമ്മൾ കഴിക്കുന്നതാണ് ഈ ഇലയട. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള 4 മണി പലഹാരം. അപ്പോൾ ഈ ഇലയട ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഗോതമ്പാണ് എടുക്കുന്നത്. 1.5 കപ്പൊക്കെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടാവും. ഇവിടെ ശരിക്കും ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് മാത്രമല്ല മൈദപ്പൊടി, അരിപ്പൊടി, പിന്നെ അരി അരച്ചിട്ടും കൂടെ ഇലയട ഉണ്ടാക്കാറുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ ഇവിടെ പറയുന്നില്ല. വെള്ളം നിങ്ങൾ ഓരോരുത്തരും നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു കാര്യം എന്താ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതിയാവേ. പിന്നെ ഇത് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കില്ലേ, അതുപോലെയല്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോഴാണ് നമ്മുടെ ഗോതമ്പട അടിപൊളിയായിട്ട് വരും. ഫില്ലിങ്ങിനായിട്ട് നമ്മൾ തേങ്ങയും ശർക്കരയാണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ ശർക്കര എന്നൊന്നും പറയാറില്ല, വെല്ലം എന്നാണ് പറയാറ്. ഒരു 1/4 കപ്പൊക്കെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരാണി വെല്ലം മുഴുവനായിട്ട് എടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗത്തോളമൊക്കെ എടുത്തിട്ടുള്ളൂ. വെല്ലം വേണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല അഴുക്കൊക്കെ ഉള്ള വെല്ലമെന്ന് തോന്നുകയാണെങ്കിൽ ഉരുക്കിയിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് പ്രത്യേകിച്ച് അഴുക്കൊന്നും ഇല്ലാത്ത വെല്ലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ വെല്ലത്തിനും തേങ്ങയ്ക്കൊന്നും അങ്ങനെ അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് മധുരം ഇഷ്ടമാണെന്നാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി അതല്ല മധുരം ഇഷ്ടമല്ല എന്നാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും ഇട്ട് കൊടുക്കാം. നമുക്കതങ്ങനെ കൂട്ടിയും കുറച്ചും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണോ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലയുടെ ആകുമ്പോൾ ഇല നിർബന്ധമാണല്ലോ. അപ്പോൾ നമ്മൾ വാഴേൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഗോതമ്പ് പൊടിയില്ലേ, അതിന്ന് കുറച്ചെടുത്തിട്ട് നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം പരത്തി കൊടുക്കാം. പിന്നെ ഇത് പരത്തുമ്പോൾ എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് പരത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ടി കൂടിപ്പോയാൽ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് പരത്തി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നല്ലപോലെ കട്ടി കുറച്ച് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഫില്ലിങ് മുഴുവനായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഫില്ലിങ് പകുതി മാത്രമേ വെക്കാറുള്ളൂ. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ഫില്ലിങ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ നല്ലപോലെ മുഴുവനായിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് ഫില്ലിങ് വെച്ചിട്ടും കഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ വെച്ചിട്ടും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ഒരു സൈഡ് ഫില്ലിങ് വെക്കുന്നതിനേക്കാൾ ഇങ്ങനെ മുഴുവനായിട്ടും ഫില്ലിങ് വെച്ചിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ടാവുക. ഇനി നമുക്കിങ്ങനെ ഇല ഒരു സൈഡിലേക്ക് മടക്കി കൊടുക്കാം. നമുക്ക് സ്റ്റീം ചെയ്തിട്ടും അതുപോലെ തന്നെ കല്ലിൽ ചുട്ടെടുത്തിട്ടും അട ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ കല്ലിൽ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വേറെ ഒരു ടേസ്റ്റാണ്. സ്റ്റീം ചെയ്താലും അടിപൊളിയാണ്. പിന്നെ അതിനായിട്ട് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ദോശക്കല്ലാണ് എടുത്തത്. ഇനി അതിലേക്ക് അട ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വാഴയില നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാവിന്ന് വാഴയില വിട്ട് വരണം, അതാണ് ഇതിൻ്റെ ഒരു പരുവം. അങ്ങനെ വിട്ട് വന്നാൽ അട വെന്തിട്ടുണ്ടാവും. നമ്മൾ കല്ലിൽ ചുട്ടെടുത്തതുകൊണ്ട് തന്നെ പുറത്ത് നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോക്കെ.